ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷകരെ, ദൈവത്തിൻ്റെ വലിയ മഹത്വവും വലിയ കൃപയും നിറയുന്ന കാലഘട്ടങ്ങളാണ് ഈ പെന്തക്കുസ്ത ദിനത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ. തീർച്ചയായിട്ടും ഈ ഒരു പെന്തക്കുസ്ത വലിയൊരു പ്രത്യാശ സഭയിലൂടെ നമുക്ക് ലഭിക്കാൻ നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, സഭയുടെ ഏറ്റവും വലിയ സ്ഥാപക ദിനവും സ്ഥാപനത്തിൻ്റെ അഭിഷേകവും ഒഴുകുന്നതാണ് പെന്തക്കുസ്ത. സഹായകനായ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുകയും ഇന്നും എന്നും നമ്മോട് കൂടെ ഇരുന്ന് വിശ്വാസത്തെയും വിശുദ്ധിയെയും കൂടുതൽ അനുഭവിച്ചറിയാനും കൃപ നൽകുന്നതാണ് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. ഇന്ന് നമ്മൾ ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളെക്കുറിച്ചാണ്. ദാനങ്ങൾ നമുക്കറിയാം, ഒരു വ്യക്തി നൽകുന്ന ഫ്രീ ഗിഫ്റ്റ്സുകളാണ് ദാനങ്ങൾ. അപ്പോൾ അതുപോലെ ദൈവം, സ്വർഗത്തിൻ്റെ ദൈവം മനുഷ്യന് നൽകിയ, പരിശുദ്ധാത്മാവിലൂടെ നൽകിയ 7 ദാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. 2 തിമോത്തി 1:14 ഇങ്ങനെ പറയുന്നുണ്ട്: നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുവിൻ. ദൈവം നമ്മൾ നിക്ഷേപിച്ച 7 ദാനങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ കാത്തു സൂക്ഷിക്കേണ്ട കാലഘട്ടങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ പെന്തക്കുസ്ത ദിനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എനിക്ക് ദൈവം തന്നിരിക്കുന്ന 7 ദാനങ്ങൾ, ആ ദാനങ്ങൾ നേടാനും നേടിയ ദാനങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ പല പ്രതിസന്ധികളും പല പ്രലോഭനങ്ങളും നേരിടുമ്പോൾ ഇത് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്ത്യത്താഴ സമയത്ത് ഈശോ ശിഷ്യരോട് ഇങ്ങനെയാണ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 14:15-16 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ ഒരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. തീർച്ചയായിട്ടും ദൈവം നമുക്ക് തരുന്ന ഈ ദാനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സഹായത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നൽകുന്ന വലിയൊരു കൃപയാണ്. യേശുവിൻ്റെ ഒരു വാഗ്ദാനമാണ് പരിശുദ്ധാത്മ. യോഹന്നാന്റെ സുവിശേഷം 14:26 പറയുന്നുണ്ട്: എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും, ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പോലും നമ്മെ പഠിപ്പിക്കേണ്ടത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. നമുക്കറിയാലോ, ഒരു വസ്തു നമ്മൾ മേടിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ കമ്പനി തരുന്ന ഒരു ബ്രൗഷറുണ്ട്. എങ്ങനെ ഇത് ഉപയോഗിക്കണം, എങ്ങനെ ഇത് ഫിറ്റ് ചെയ്യണം, എങ്ങനെ ഇതിൻ്റെ പ്രോസസ്സ് നടക്കും. ഇതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ ദാനങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ, വരങ്ങൾ നമ്മിൽ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം ക്രിസ്തു ജീവിതം ക്രമപ്പെടുത്തുവാൻ പിതാവായ ദൈവം പുത്രനിലൂടെ നമ്മിലേക്ക് വെളിപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവ്. ഒരു ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. അത് പിതാവ് പുത്രനിലൂടെ, പുത്രൻ നമുക്ക് നൽകിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ലോകത്തിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ, ദാനങ്ങൾ, വരങ്ങൾ ആവശ്യമാണ്. പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഫലം, അതുപോലെ പ്രധാനപ്പെട്ടതാണ് ദാനങ്ങളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വ്യക്തിയുടെ കഴിവോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ യോഗ്യത കൊണ്ടല്ല ഈ ദാനങ്ങൾ ദൈവം തരുന്നത്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവ മനുഷ്യ ബന്ധങ്ങളിൽ ദൈവം നൽകുന്ന ഗിഫ്റ്റാണ് യഥാർത്ഥത്തിൽ 7 ദാനങ്ങൾ. ഏതാണ് 7 ദാനങ്ങൾ? ബുദ്ധി, ജ്ഞാനം, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം. ഈ 7 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ദാനങ്ങൾ. ഇന്ന് ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണ്, ഒരു കുഞ്ഞാണെങ്കിലും യുവാവാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും വൈദികരാണെങ്കിലും സന്യസ്തരാണെങ്കിലും ഈ ദാനത്തിൻ്റെ ആഴം നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് കൃപ ലഭിക്കുക. അപ്പോൾ വരാനിരിക്കുന്ന മിശിഹായിക്ക് വേണ്ടി നമ്മൾ വഴിയൊരുക്കപ്പെടുന്നവർ. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 11:2-3 പറയുന്നത്: കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നതോ ചെവി കൊണ്ട് കേൾക്കുന്നതോ മാത്രമല്ല, അവൻ്റെ വിധി നടപ്പിലാക്കാനുള്ള കൃപ ലഭിക്കും. ഇത് യെശയ്യാ പ്രവാചകൻ 7 ദാനങ്ങളെക്കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ 7 ദാനങ്ങൾക്ക് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്ത തിരുനാളിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവിടെയാണ് നമുക്ക് ആ കൃപ കിട്ടുക. നമുക്ക് ഓരോ ദാനങ്ങളിലൂടെ കടന്നു പോകാം. ഒന്നാമത്തെ ദാനമാണ് ജ്ഞാനം, വിസ്ഡം എന്ന് പറയും. എന്താണ് ജ്ഞാനം എന്നത്?
സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിഗൂഢമായ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപാടിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ജ്ഞാനം അത് ദൈവത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് നിഗൂഢമായ രഹസ്യം. ഇപ്പോൾ മിസ്റ്ററീസ് നമുക്കറിയാം, ജപമാല ഒരു മിസ്റ്ററിയാണ്, ട്രിനിറ്റി ഒരു മിസ്റ്ററിയാണ്. ചില രഹസ്യങ്ങൾ, രഹസ്യാത്മകമായ കാര്യം അത് വെളിപ്പെടുത്തണമെങ്കിൽ ആ രഹസ്യം നമ്മെ പഠിപ്പിച്ച ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതാണ് ഇവിടെ പറയണേ, നിഗൂഢമായ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപ്പെടുത്തലാണ് ജ്ഞാനം. അത് നമുക്ക് വായിച്ച് കേൾക്കാം. പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 10-ാം വാക്യം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. അപ്പം ജ്ഞാനം, ആത്മാവിൻ്റെ നിഗൂഢ രഹസ്യത്തെ കണ്ടെത്താൻ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. അതാണ് ഒന്നാമത്തെ ദാനം. അതിൻ്റെ പേരാണ് ജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം എന്ന് ഇംഗ്ലീഷിൽ പറയും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 25-ാം വാക്യം പറയാം, അവൾ ഭക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജ്ഞാനം എന്നത് ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ അവിടെ മലിനതകൾ കയറി വരില്ല. കാരണം അശുദ്ധിക്ക് വിശുദ്ധിയുടെ സ്ഥലത്ത് സ്ഥാനമുണ്ട്. ജ്ഞാനമുള്ള വ്യക്തി വിശുദ്ധിയുള്ള വ്യക്തിയായിരിക്കുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഉന്നതമായ ദാനം ജ്ഞാനമാകയാൽ ഇത് കൈവരിക്കുന്ന നമുക്ക് ആത്മീയ ഉണർവുണ്ടാകും. ഇന്ന് നമുക്ക് ആത്മീയ ഉണർവ് ഇല്ലാത്തതിന് കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ജ്ഞാനം നമ്മിൽ പ്രവേശിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് ഉന്നതത്തിൻ്റെ ജ്ഞാനം നമ്മിൽ പ്രവേശിച്ചാൽ നമ്മൾ റിവൈവൽ, ഉണർവിൻ്റെ കാലഘട്ടത്തിലേക്ക്, ഉണർവിൻ്റെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ കടന്നു വരും. ഈ ജ്ഞാനത്തിന് മറ്റൊരു പ്രത്യേകതയാണ്, എളിമ എന്ന പുണ്യത്തിൽ ചരിക്കുന്നവർക്ക് ആണ് ഈ ദാനം ലഭിക്കുക. എളിമയുള്ളവർക്കാണ് ദൈവിക ജ്ഞാനം എന്ന കൃപ ലഭിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ദാനം ലഭിക്കണമെങ്കിൽ നമ്മൾ എളിയവരെ പോലെ താഴ്ന്ന് നമ്മൾ ജീവിക്കാൻ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സോളമൻ്റെ ജ്ഞാനം പോലും അവൻ്റെ എളിമയിലാണ് ദൈവം അവൻ ലഭിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ദാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതാണ് ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുവാനുള്ള കൃപ. അപ്പോൾ ബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺലി ചിന്തിക്കുമ്പോൾ, മാനസികമായി ചിന്തിക്കുമ്പോൾ ബുദ്ധിയുള്ള വ്യക്തി, പഠിക്കാൻ കഴിവുള്ള ആൾ, അങ്ങനെ മാത്രമല്ല, ഒരു വ്യക്തിയെ മനസ്സിലാക്കാനുള്ള കൃപ ബുദ്ധിയുള്ളവർക്ക് പറ്റും. ചിലപ്പോൾ നമുക്കറിയാമല്ലോ, വിവേകം കെട്ട രീതിയിലുള്ള സംസാരവും വിവേകമുള്ള സംസാരവും അത് ആ വ്യക്തിയുടെ വികാരങ്ങളെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്നുള്ള ആളായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് പറയുക, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യുക, അതിൽ ബുദ്ധി എന്ന ദാനമിരിക്കുന്നു. അപ്പോൾ നമുക്ക് വെളിപ്പെട്ടപ്പെട്ട സത്യങ്ങളെ അത് ദൈവിക ജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ ദൈവിക അർത്ഥത്തിൽ അത് പൂർണ്ണതയോടെ മനസ്സിലാക്കി ജീവിക്കുന്നതിൻ്റെ പേരാണ് ബുദ്ധി അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കറിയില്ല, ബൈബിൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ ഈ ഒരു ജ്ഞാനം, ഒരു ദാനമാകുന്ന അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ബുദ്ധിയുടെ കൃപ വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമ്മളിന്നത് പ്രാർത്ഥിക്കണം. കാരണം ഇപ്പോൾ സഭയുടെ പ്രബോധനങ്ങൾ നമ്മൾ പറയില്ല, ഇത് വായിച്ചിട്ടൊന്നും മനസ്സിലാവണില്ല. കാരണം എന്താ, നമ്മൾ ഈ അണ്ടർസ്റ്റാൻഡിങ്, അത് മനസ്സിലാക്കാനുള്ള ആത്മാവിൻ്റെ ദാനം എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് വചനം മനസ്സിലാക്കാനും ആ വെളിപാടിൻ്റെ ആന്തര അർത്ഥം മനസ്സിലാക്കാനും കൃപ. അല്ലെങ്കിൽ നമ്മൾ വ്യാജ പ്രവാചകന്മാർ വഴിതെറ്റിക്കുമ്പോൾ അവരുടെ പുറകെ പോകാം. അഹങ്കാരിയിൽ ഈ ദാനം ഒരിക്കലും ലഭിക്കില്ല. അപ്പോൾ എളിമയുള്ളവർക്ക് ഈ ദാനങ്ങൾ ലഭിക്കാം. അഹങ്കാരം ഉണ്ടെങ്കിൽ ഈ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ പിടിവാശി കാണിക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് ആരുടെ അടുത്തും എളിമപ്പെടാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ആഴമായ പ്രാർത്ഥനയും വിശുദ്ധ ജീവിതവും ആവശ്യമാണ് ഈ ബുദ്ധി എന്ന ജ്ഞാനെന്നറിയാം. നമ്മൾ ഈ മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ടുവന്ന് പറയും, അച്ഛാ എൻ്റെ കുഞ്ഞിന് ബുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറേ മരുന്നുകൾ കഴിക്കും. ഇന്ന് ഈ കാലഘട്ടത്തിൽ പറയില്ല, ചവനെ പ്രാവശ്യം ഇങ്ങനെ കഴിക്കും. ഇത് അതുപോലെയല്ല. നമ്മളിപ്പോൾ പിള്ളേരുടെ അടുത്ത് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയും, അച്ഛാ ബുദ്ധി വയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ അറിവ് കിട്ടാൻ. അവരെല്ലാം ചിന്തിക്കുന്നത് ഈ കോമൺ ജ്ഞാനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സാധനം ഓർമ്മ കിട്ടിയാൽ മതി. എന്നാൽ ദൈവിക ജ്ഞാനം ഗ്രഹിച്ചവനെ എന്ത് കാര്യം വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കൃപ കിട്ടും. എന്താണ് യഥാർത്ഥ സ്നേഹമുള്ള ഒരു നല്ല അറിവെന്ന് പറയുന്നത്?
നമ്മൾ വായിച്ച കാര്യം മനസ്സിലാക്കി എഴുതുന്നതാണ് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുന്ന കുട്ടി. അല്ലാതെ കാണാതെ പഠിച്ചത് ഓർമ്മയിൽ എടുത്ത് എഴുതിയിട്ട് കാര്യമില്ല. കാരണം 1 മാസം 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ അത് ചോദിച്ച് കിട്ടില്ല. എന്നാൽ ഈ ദൈവിക ബുദ്ധി അല്ലെങ്കിൽ ദൈവികമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാനുള്ളൊരു അഭിഷേകം നമുക്ക് ഓർമ്മത്തിൽ ലഭിക്കും. 3-ാമത്തെ കാര്യത്തിൽ കിടക്കാം, അതാണ് ആലോചന, കൗൺസിൽ എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് സഭ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനേകം സാധ്യതകൾ കടന്നു വരുമ്പോൾ അതിൽ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാനുള്ള കൃപയാണ് യഥാർത്ഥത്തിൽ ആലോചന. നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു ജോലി എന്തുണ്ടെങ്കിലും അതിൽ ദൈവഹിതം എന്തോരുണ്ട്. എൻ്റെ വിവാഹ ജീവിതത്തിൽ അത് ദൈവത്തോട് ആലോചന നടത്താനുള്ളൊരു കൃപ. പ്രിയപ്പെട്ടവർ, ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഈ ദൈവത്തോട് ആലോചന ചെയ്യാനുള്ളത് പലപ്പോഴും മറന്നു പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കിത് വേണം. ആലോചനയുടെ കൃപ അല്ലെങ്കിൽ കൗൺസിൽ, ദൈവവുമായിട്ടൊരു ബന്ധം അല്ലെങ്കിൽ ദൈവഹിതമാണോ എന്നറിയാൻ ഇന്ന് ആരും ആഗ്രഹിക്കാറില്ല. നമ്മളൊരു ഹിതം ആഗ്രഹിക്കുന്നു, അതെങ്ങനെയെങ്കിലും നമ്മൾ ദൈവഹിതമായിട്ട് നടത്താൻ പരിശ്രമിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 21-ാം വാക്യം പറയാ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളുടെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് ഒരു വ്യക്തി ദൈവത്തോട് ആലോചന ദിവസങ്ങളും കാലഘട്ടങ്ങളുമായി ചോദിക്കുമ്പോൾ ദൈവം അതിനുള്ള ഉത്തരം അവരുടെ പിന്നിൽ നിന്ന്, അവരുടെ കാതുകളിൽ അല്ലെങ്കിൽ അവരിൽ നിന്ന് വ്യക്തികളിലൂടെ അവർക്ക് അതിനുള്ള ഉത്തരം കൊടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കാം. ഈ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ വ്യക്തമായിട്ട് ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് സഭ പറയുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രത്യുത്തരിക്കാൻ ദൈവം അറിഞ്ഞ് ജീവിതത്തിൽ നൽകുന്ന ദാനമാണ് യഥാർത്ഥത്തിൽ ആലോചന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിയാത്മകമായിട്ട് ചില ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തണം. അതിന് ദൈവത്തിൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവ് ഈ ദാനത്തിലൂടെ നമ്മെ സഹായിക്കുന്നു. 4-ാമത്തെ ദാനമാണ് ആത്മശക്തി അല്ലെങ്കിൽ ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറയും. ആത്മശക്തി. ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഈ ആത്മശക്തി എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു ചോർന്നു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്. ദൈവിക രഹസ്യങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ധാർമ്മിക മൂല്യങ്ങളുടെയും അർത്ഥവും സത്യവും മനസ്സിലാക്കാൻ സാധിച്ച ഒരു വ്യക്തിക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ജീവിക്കാനും സഹായിക്കുന്ന ദാനമാണ് ആത്മശക്തി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവിക രഹസ്യങ്ങൾ വിശ്വാസം മൂലം ചിലപ്പോൾ നമുക്ക് പ്രതിസന്ധികൾ വരും, ചുറ്റുമുള്ളവർ ഒറ്റപ്പെടുത്തും, ഇതൊക്കെയും വരുമ്പോഴും നമ്മുടെ ആത്മാവിൽ ദൈവം എന്നെ സഹായിക്കും, ദൈവത്തിൻ്റെ ശക്തിയോടെ ഞാൻ ഇതിനെ നേരിടുന്നുള്ള ഒരു വലിയ അഭിഷേകമാണ്. നമുക്കറിയാം, വിശുദ്ധരുടെയും ജീവിതത്തിൽ നോക്കിയാൽ കൃത്യമായിട്ട് അവർ ഈ ഒരു ആത്മശക്തി അവർക്കുണ്ടായിരുന്നു. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും ഈ ആത്മശക്തി, ഫോർട്ടിറ്റ്യൂഡ്, ദൈവത്തിൻ്റെ ശക്തിയാണ് എൻ്റെ പരിശുദ്ധാത്മാവെന്ന തിരിച്ചറിവ് അവർക്ക് അതിനെ പോരാടാനുള്ള കൃപ കിട്ടി. എന്നിട്ട് പറയാണ്, സത്യമായ ഒരു കാര്യത്തോട് ഉറച്ച നിലപാടെടുക്കുവാൻ ഒരു വ്യക്തിക്ക് എത്ര പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാൻ ഈ ദാനം ആ വ്യക്തിയുടെ ഉള്ളിൽ പ്രേരിപ്പിക്കും. ലോകം മുഴുവനും വേറെ രീതി പോകുമ്പോൾ ഈ വ്യക്തി വേറിട്ട് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരത്തിന് ഉത്തരം കൊടുക്കാൻ ആ വ്യക്തിയുടെ ആത്മാവിനെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്ന ഒരു ദാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമ്മളിത് പ്രാർത്ഥിക്കണം. വിശുദ്ധി വളരണമെങ്കിൽ ഈ ദാനം ആവശ്യമാണ്. അതുപോലെ തന്നെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ, നിലപാടുകൾ എടുക്കാൻ ഈ ദാനം, ഫോർട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ആത്മശക്തി എന്ന ഈ കൃപ വേണം. അപ്പസ്തോലന്മാരിൽ ശക്തമായി വിളങ്ങിയ, പെന്തക്കോസ്തയ്ക്ക് ശേഷം വിളങ്ങിയ ഒരു ശക്തിയായിരുന്നു ഈ ആത്മശക്തി. ഈ പത്രോസ് ശ്ലീഹായെ ഈശോയെ കുരിശിൽ തറച്ച പോലെ കൊല്ലാൻ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ എന്നെ കൊല്ലരുത്, എന്നെ തല കീഴാക്കി കുരിശിൽ തറച്ചു. അപ്പോൾ അദ്ദേഹം അത് പറയുന്നത് ആത്മശക്തിയാണ്. കുരിശുമരണത്തിൻ്റെ അതിക്രൂരതയിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹം പറയാണ്, തല കീഴാക്കി, ഈശോ മരിച്ചതുപോലെയല്ല, എൻ്റെ കാല് മുകളിൽ വരണം, തല കുമ്പിട്ടിക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ എന്തൊരു ഇതായിരിക്കും, സഫക്കേഷൻ കൂടും. അപ്പോൾ അതെല്ലാം സ്വീകരിക്കാനുള്ളൊരു ആത്മശക്തി അദ്ദേഹത്തിൻ്റെ ഉള്ളുണ്ട്. അതുകൊണ്ട് തിന്മയ്ക്കെതിരെ പടപൊരുതാൻ ഈ ആത്മശക്തിയുടെ ദാനം നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ ദാനമാണ് അറിവ് അല്ലെങ്കിൽ നോളേജ് എന്ന് പറയുന്ന ദാനം. നമുക്കിന്ന് അറിവിൻ്റെ വർധനവിൻ്റെ കുറവില്ല. വിദ്യാഭ്യാസത്തിനായാലും എല്ലാത്തിലും അറിവുണ്ട്. എന്നാൽ ഇവിടെ എന്താണ് വ്യക്തമാക്കുന്നത്? ഒരു വ്യക്തി നേടിയ മാനുഷിക അറിവിനെയല്ല ഇവിടെ നോളേജ് അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്ന ദാനം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു. ലോകത്തിൽ പറയുന്ന നോളേജ് അല്ല ഇവിടെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, ഒരു വ്യക്തിക്ക് ഭൗമികമോ ആത്മീയവുമായ ഉന്നമനത്തിനായി അദ്ദേഹത്തിന് കാലത്തിനനുസരിച്ച് ദൈവം നൽകുന്ന അറിവിനെയാണ് നോളേജ് അല്ലെങ്കിൽ
അറിവ് എന്ന് പറയുന്ന ഈ ദാനം നൽകുന്നു. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഗതിവിഗതികളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ആത്മീയതകളെ കൃത്യമായിട്ട് വെള്ളം ചേർക്കാതെ അതിൻ്റെ ആഴത്തിൽ പഠിപ്പിക്കാൻ കൊടുക്കുന്ന കഴിവ്. അപ്പോൾ ചില വൈദികരിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വചനത്തെ വ്യാഖ്യാനിക്കാനുള്ളത്. എന്നാൽ സഭാവിരുദ്ധമായിട്ടല്ല, സഭയോട് ചേർന്ന് സഭയുടെ ഐക്യത്തെ ശരിക്കും ദൈവം എന്താണോ ക്രിസ്തു എന്താണോ സഭ സ്ഥാപിച്ച് അതിൻ്റെ യഥാർത്ഥ ആഴങ്ങളെ പഠിപ്പിക്കാനുള്ള കൃപ ലഭിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന് 1-ാം അധ്യായത്തിൽ 47 മുതൽ 48 വരെ ഈ കൃത്യമായിട്ട് നഥാനിയേൽ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് പറയാണ്. അപ്പോൾ നഥാനിയേൽ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ എന്നെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലാത്തോസ് നിന്നെ വിളിക്കും മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടിരുന്നു. കണ്ടോ, അതാണ് നോളേജ്. ആ വ്യക്തി വരുന്നതിന് മുമ്പേ ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായ നോളേജ് യേശുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് നഥാനിയേൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ, നമ്മൾ ആദ്യമായിട്ടല്ലേ ഫസ്റ്റ് സൈറ്റിൽ ഞാൻ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നതും ഞാൻ അവിടെ പ്രാർത്ഥിച്ചതും എല്ലാം നീ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ യഥാർത്ഥ ഒരു ദാനമാണ് ഈ നോളേജ്. പരഹൃദയ ജ്ഞാനം എന്നൊക്കെ പറയും. അങ്ങനെ ഒരു കൃപ നമുക്ക് വേണം. അപ്പോൾ അനുതാപത്തിൻ്റെ കൃപ കിട്ടും. ഈ പരഹൃദയ ജ്ഞാനമുള്ളൊരു വ്യക്തി തൻ്റെ പാപത്തെക്കുറിച്ച് ഒത്തിരി അനുദപിക്കും. കാരണം അപരൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന അവൻ അറിയേണ്ട ഒരു കാര്യം, അവൻ്റെ തെറ്റുകളെ അവന് തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ള കഴിവുണ്ട്. നമുക്കറിയാലോ, ഒരു കണ്ണാടയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് ഈ നോളേജ് ഉള്ള മനുഷ്യൻ്റെ പ്രത്യേകത. അവൻ മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുമ്പോഴും അവനെ തന്നെ അവൻ്റെ കണ്ണാടയിൽ നോക്കിയില്ലെങ്കിൽ അവനെ ശരിക്കും ഈ ദാനം കൊണ്ട് ഒരു ഉപകാരമില്ല. ശരിക്കും ആ ദാനം അവനിലുണ്ടെങ്കിൽ അവനെ തന്നെയാണ് കൂടുതലായിട്ട് തിരുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ദാനം കിട്ടുമ്പോൾ പലരും മറ്റുള്ളവരെ തിരുത്താൻ പോകുമ്പോൾ സ്വയം കണ്ണാടിയുടെ മുന്നിൽ നോക്കുന്നില്ല. ക്രിസ്തുവെന്ന കണ്ണാടിയുടെ മുന്നിൽ ഞാൻ എന്നെ തന്നെ പരിശോധിച്ചറിയാതെ മറ്റാരെയും വിധിക്കാൻ കടന്നു പോകരുന്നത് ഇഷ്ടപ്പെടും. അതുകൊണ്ട് സമരിയാക്കാരുടെ മുന്നിൽ ഈശോ ചെന്നിട്ട് അവൾക്ക് കാണിച്ചു കൊടുത്തു, അവൾ ആരാണെന്ന് കാണിച്ചു കൊടുത്തു. അവൾ അതിലൂടെ നോക്കി. അവൾ ആദ്യം പോയിട്ട് എല്ലാവരോടും പറഞ്ഞെന്താ, എൻ്റെ ജീവിത അവസ്ഥയെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന ഒരുവനെ ഞാൻ കണ്ടു. അവൾക്ക് പരഹൃദയ ജ്ഞാനം ഉണ്ടായി. അവൾക്ക് അവളുടെ ഹൃദയത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടായപ്പോൾ അത് പറയാൻ അവൾക്ക് പേടിയുണ്ടായില്ല. അപ്പോൾ അവളെല്ലാവരുടെ അടുത്തും പോയിട്ട് പറഞ്ഞു, അങ്ങനെ ഞാൻ ഒരുവനെ യഥാർത്ഥത്തിൽ കണ്ടു, അവനാണ് യേശു ക്രിസ്തു, അവനാണ് എന്നെ രക്ഷിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കൃപയുടെ അഭിഷേകമാണ് അറിവ് അല്ലെങ്കിൽ നോളേജ്. ഇതാണ് 5-ാമത്തെ ദൈവത്തിൻ്റെ ദാനം. 6-ാമത്തെ ദാനമാണ് ഭക്തി, പൈറ്റി എന്ന് പറയും. ഒരു വ്യക്തിക്ക് ദൈവത്തോട് തന്നോട് ശിശു സഹജമായ സ്നേഹവും അടുപ്പവും അതിൽ നിന്ന് ഉരുതിരിയുന്ന അർപ്പണവുമാണ് യഥാർത്ഥത്തിൽ ഈ ദാനം. എന്താണ്? ഒന്ന്, ഒരു വ്യക്തിക്ക് ദൈവത്തോട് ശിശു സഹജമായ ഒരു കുഞ്ഞിൻ്റെ മനസ്സോടുള്ള സ്നേഹവും അടുപ്പമാണ്. ഒരു അമ്മയോട് കുഞ്ഞിന് തോന്നുന്ന സ്നേഹം, അടുപ്പം, എന്തും ചോദിക്കാനുള്ള അടുപ്പം, അല്ലെങ്കിൽ എൻ്റെ വേദന അറിയുന്നൊരു വ്യക്തിയുടെ അടുത്ത് ഓടിച്ചെന്ന് ആ വ്യക്തിനെ ആശ്വസിപ്പിക്കുമെന്നുള്ളൊരു മനസ്സ്. നമുക്കറിയാലോ, ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ നിലത്ത് വീണ് കഴിയുമ്പോൾ അവർ കരയും, അമ്മേന്ന് പറഞ്ഞ് കരയും. എന്നിട്ട് അവർ കരഞ്ഞു കിടക്കില്ല. ചിലപ്പോൾ അമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല അനുസരിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അമ്മ അടുക്കളയിലാണെങ്കിൽ അവിടേക്ക് പോകും. അപ്പോൾ പോകുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ കാലുമ്പോൾ മുറിവുണ്ടെങ്കിൽ കൊച്ചെന്ത് ചെയ്യും? ആ കാലിൻ്റെ മുറിവിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു പോകും. എന്തിനാണ്? അമ്മ എന്നെ കാണുമ്പോൾ എൻ്റെ കാലിൻ്റെ മുറിവ് കാണണം, അതിനാണ് എൻ്റെ കയ്യെ ഞാൻ അവിടെ കൊണ്ടുവച്ചിരിക്കണേ. അപ്പോൾ ഈ കൊച്ചിൻ്റെ എല്ലാ ഒബ്ജക്റ്റുകളും ഈ അമ്മ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മ ശ്രദ്ധിക്കുന്നു, അമ്മ ഓടി വരുന്നു, അയ്യോ ഊതുന്നു. അപ്പോൾ ആ കൊച്ചിന് ആ മുറിവിന് ഊത് കിട്ടുമ്പോൾ ആ കൊച്ചിൻ്റെ പകുതി കരച്ചിൽ കേൾക്കുന്നു. വേദന കുറയുന്നതല്ല, എന്നാൽ വേദനയോടുകൂടി ഈ അമ്മയുടെ ആശ്വാസം. ഇതാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരല്ലാതെ നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നതല്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് സ്നേഹമുള്ളൂ, നമ്മൾ ചിലപ്പോഴേക്കും മറ്റുള്ളവരെ കാണുമ്പോൾ പ്രത്യേക ഒരു ഭക്തി കാണിക്കും. എന്നാൽ ഇതേ ദൈവം ഒറ്റയ്ക്ക് നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ ഈ ഭക്തിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മളത് തിരിച്ചറിയണം. ആഴമായ പ്രാർത്ഥനയും പരിത്യാഗ പ്രവർത്തനങ്ങളും വഴിയാണ് ഈ ദാനം നമുക്ക് ലഭിക്കുക. കാരണം വെറുതെ പ്രാർത്ഥന ഉരുവിടുന്നതിലല്ല, നമ്മുടെ ഭക്തിയുടെ ഭാഗ്യരൂപം പ്രതിഷ്ഠിക്കപ്പെടുമ്പോഴാണ്. നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നതല്ല, പ്രാർത്ഥനകളിൽ സ്നേഹമുണ്ടെങ്കിൽ, സ്നേഹത്തോടെ അത് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് അവസ്ഥയിലും ദൈവത്തെ മുന്നോട്ട് പോകാനുള്ള പ്രത്യാശയാണ് ഈ ദൈവഭക്തി. അതുകൊണ്ട് ഈ ഭക്തിയുടെ കൃപ നമുക്ക് വേണം. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 35-ാം വാക്യം പറയാം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നുമല്ല. അപ്പോൾ പ്രിയപ്പെട്ട, നമ്മൾ തിരിച്ചറിയേണ്ട
ഏറ്റവും വലിയൊരു കാര്യമാണ്. ഈ ഭക്തി ഉണ്ടാകുമ്പോൾ സഹനം ഉണ്ടാകും. സഹനം ചിലപ്പോൾ മാറ്റപ്പെടുന്ന, ഞാൻ പറഞ്ഞില്ല, ആ കൊച്ചിൻ്റെ കാലിൻ്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല, അമ്മ ഊതിയിട്ടുള്ളൂ. ചിലപ്പോൾ ഒരു അനുഗ്രഹത്തിന് ചെറിയൊരു തലോടൽ വരുമ്പോഴേക്കും നമ്മൾ പിന്നെ ഭക്തി നിർത്തരുത്. ആ സഹനത്തിൻ്റെ ഉണക്കം വരുന്നത് പോലെ നമ്മൾ കർത്താവിനോടുള്ള ആഴമേറിയ ഭക്തി നമുക്ക് വേണം. ഏഴാമത്തതും അവസാനത്തതുമായ ഇതാണ് ദ ഫിയർ ഓഫ് ഗോഡ്, ദൈവ ഭയം. പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവഭയം? ദൈവത്തെക്കുറിച്ചോ ദൈവിക ശിക്ഷയെക്കുറിച്ചോ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഭയത്തെയോ ആകുലതയോ അല്ല ഈ ദാനം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, അയ്യോ എൻ്റെ ദൈവം എന്നെ ശിക്ഷിക്കും, എൻ്റെ ദൈവം എന്നെ നരകത്തെ കൊണ്ടുപോകും, അങ്ങനെ പേടിച്ചിട്ടുള്ള ഭക്തിയല്ല, അല്ലെങ്കിൽ ദൈവഭയത്തെ അല്ല ഇവിടെ ഈ ദാനത്തിൽ നമ്മളോട് പറയുന്നത്. എന്താണ് ദൈവഭയം? സകലത്തിൻ്റെയും ദാതാവായ സർവശക്തനും പരിശുദ്ധനുമായ ഉറവിടവുമായ സർവശക്തനായ ദൈവത്തിന് മുൻപിൽ എൻ്റെ സ്വന്തം കുറവുകളും ബലഹീനതകളും പാപാവസ്ഥകളും തിരിച്ചറിയുമ്പോൾ ഒരു ദൈവ പൈതലിന് ദൈവത്തോട് തോന്നുന്ന സ്നേഹത്തിൻ്റെ വികാരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സ്നേഹമാണ് ദൈവഭയം. അല്ലാതെ പ്രിയപ്പെട്ടവരെ പേടിച്ചുണ്ടാകുന്നതല്ല. അപ്പോൾ ഫിയർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ അമ്മയുടെ മുന്നിലിരുന്ന് ഞാനൊരു തെറ്റും ചെയ്യില്ല. കാരണം എൻ്റെ അമ്മ ഈ തെറ്റ് ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന വേദന, അതോർത്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്യാതിരിക്കും. അതിൻ്റെ പേരാണ് ഈ ദൈവഭയം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവം കാണാത്തതായ ഒന്നുമില്ല, ദൈവം കേൾക്കാത്തതായ ഒന്നുമില്ല, ദൈവം അറിയാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ ദൈവഭയം എന്ന പുണ്യം നമുക്ക് വേണം. സങ്കീർത്തനം 111:10 വചനം പറയാം. 111:10 ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം, അത് പരിശീലിക്കുന്നവർ വിവേകമുള്ളവരാകും. നമുക്ക് കരങ്ങൾ കൂപ്പാം. കർത്താവെ, ഈ പെന്തക്കൊസ്ത തിരുനാളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവീക ദാനങ്ങളുടെ അഭിഷേകം ഞങ്ങളിൽ വന്ന് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭക്തിയുടെ, ദൈവഭയത്തിൻ്റെ, ആലോചനയുടെ, അറിവിൻ്റെ കൃപകൾ ഞങ്ങളിലേക്ക് ഈ സമയം നിത്യജീവന് വേണ്ടി ഒഴുക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും ഈ ദൈവീക ദാനത്തിൻ്റെ കൃപയുണ്ടാകാൻ പ്രാർത്ഥിച്ചപേക്ഷിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.